അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിൻ്റെ 82ാമത്തെ എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞത്. എത്ര എളുപ്പമാണല്ലേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോണത്. നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പം 82 ദിവസമൊക്കെ ആയി എന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പം ഇന്നലെ ഞാൻ തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കാണെങ്കിലും കണ്ടസ്റ്റൻസിനാണെങ്കിലും എല്ലാവർക്കും ടിക്കറ്റ് ഫിനാലേനെ കുറിച്ചിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും അതിനെക്കുറിച്ചിട്ടായിരിക്കും. ബിഗ് ബോസിനകത്തുള്ളവരും പുറത്തുള്ള നമ്മളും ഒക്കെ എല്ലാവരും അതിനെക്കുറിച്ചിട്ട് തന്നെ ആവും ചിന്തിക്കുന്നുണ്ടാവുക. എന്തായാലും ഇന്നത്തെ ദിവസം പതിവ് പോലെ തുടങ്ങി. ഇപ്പം എത്രയും പെട്ടെന്ന് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക, ടാസ്ക്കുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ വീടിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇന്ന് 7ാമത്തെ ടാസ്ക് എങ്ങാണ്ടാണ്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു 7ാമത്തെ ടാസ്ക് ആയിട്ടുള്ള ചവിട്ട് നാടകം. അതാണ് ടാസ്കിന് ബിഗ് ബോസ് പേര് പറഞ്ഞത്. ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ഡാൻസോ അങ്ങനെ എന്തെങ്കിലും. ചവിട്ട് നാടകം നമ്മളങ്ങനെയൊക്കെയല്ലേ കേട്ടിട്ടുള്ളത്. അപ്പം ചവിട്ട് നാടകം എന്ന് പറഞ്ഞത് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ആ ബാലൻസ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ കാല് വെച്ചിട്ട് ആ ഒരു ഫ്ലോർ വൈസ് മുന്നിലിങ്ങനെ വെച്ചിട്ട് നമ്മൾ കാല് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ആ ഒരു 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 പാലം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക. തന്നെ സംഭവം. അപ്പം ഫസ്റ്റ് തന്നെ സായി നോറയാണ് നിന്നത്. അവർ ഒരുപാട് നേരം പിടിച്ചു നിന്നു. രണ്ടുപേരും ഏകദേശം 1 മണിക്കൂർ, ഏകദേശം നല്ല നോറ 2 മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞു. സായി 1 മണിക്കൂർ നിന്ന് അവസാനം സായിക്ക് കഫ് മസിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡൗൺ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് നോറ ഒരുപാട് നേരം നിന്നു. അത് കഴിഞ്ഞ് പലരും വന്നു. കുറച്ച് സെക്കൻഡുകളും കുറച്ച് മിനിറ്റുകളും ഒക്കെ നിന്ന് കുറേ ആൾക്കാർ അതൊക്കെ താഴെട്ടിട്ട് പോയി. അതിലെടുത്തു പറയുന്ന കുറേ ആൾക്കാർ സായി, നന്ദന, ഋഷി, അർജുൻ ഇവരൊക്കെ ഒരുപാട് സമയം നിന്നു. അതായത് 1 മണിക്കൂറോളം കഴിഞ്ഞു. അങ്ങനെ ബാക്കി ആളുകൾക്കൊക്കെ അർജുനൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കാലൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു അർജുനൊക്കെ. എന്നാലും കുറേ നേരം പിടിച്ച് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷേ നമ്മളെ നോറേനെ സമ്മതിച്ചു കൊടുക്കണം. എല്ലാവർക്കും അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ പെയിൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എല്ലാവർക്കും പെയിൻ ഉണ്ടാവും. എന്നാൽ പോലും നോറ 2 മണിക്കൂറിൽ കൂടുതൽ 2 മണിക്കൂറും 15 മിനിറ്റ് 35 സെക്കൻഡും നിന്ന് 3 പോയിന്റ് നോറ കരസ്ഥമാക്കിയിട്ടുണ്ട്. നോറ കുറേ ദിവസം നോറയ്ക്ക് കിട്ടും. എനിക്ക് ആ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു നോറയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നോറ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ അടിയിലാണ് കിടക്കുന്നത്, എനിക്കിതിൽ ജയിച്ചേ മതിയാവും എന്നുള്ളത്. നമ്മളൊരാളങ്ങനെ ജയിക്കാൻ വേണ്ടി അന്നിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുള്ളിൽ നമ്മളെ ജുനൈസും ടീമൊക്കെ കയറിയ സമയത്ത് ജോജു ചേട്ടൻ ചിൻഡോനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ ജയിക്കാൻ വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ജയിച്ചിട്ടേ നിൽക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നോറേൻ്റെ മനസ്സിൽ ജയിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് പ്രയത്നിക്കുകയും ചെയ്തു, ജയിക്കുകയും ചെയ്തു. 3 പോയിന്റും വാങ്ങി. സെക്കൻഡ് ഋഷിയാണ്. ഋഷിയും ഒരുപാട് നേരം നിന്നു. 1 മണിക്കൂർ 59 മിനിറ്റോളം നിന്നിട്ട് 2 പോയിന്റും മേടിച്ച് സെക്കൻഡുമായി. പിന്നെ അർജുൻ 1 മണിക്കൂർ 56 മിനിറ്റ് നിന്ന് അർജുൻ 1 പോയിന്റും കിട്ടി. അങ്ങനെയാണ് ഫസ്റ്റത്തെ ചവിട്ട് നാടകം അവസാനിച്ചത്. ആ ഒരു ടാസ്ക് അങ്ങനെ അവസാനിച്ചു. അവർ റെസ്റ്റൊക്കെ എടുത്തൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് അടുത്ത ടാസ്കിനുള്ള ടൈമായി. അടുത്തത് 8ാമത്തെ ടാസ്ക്കാണ്. ഈ ഒരു ടിക്കറ്റ് ഫിനാലയിലെ 8ാമത്തെ ടാസ്ക് മുഖമുദ്ര എന്നുള്ളതാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങളോടെ കഴിഞ്ഞു കൊണ്ടിട്ട് അത് അത്ര വലിയൊരു സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടാണ് പറയാവുന്നത്. ലൈവിലും കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കുറച്ച് എന്താ പറയുക, അവരൊരു കോംബോയിൽ വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് കാണിച്ചത്. അങ്ങനെ അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്. ഇപ്പം കാര്യമായിട്ട് ഈ ഒരു ടാസ്കിനെ കുറിച്ചാണല്ലോ, അതുകൊണ്ടാണ് അതുമാത്രം സംസാരിച്ച് വിട്ടു പോണത്. അപ്പോൾ അടുത്തത് മുഖമുദ്രയാണ്. മുഖമുദ്ര എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല ഗെയിം ഉണ്ടാവുന്നത്. മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിരുന്നിട്ട് സീലും ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. മുദ്ര സീൽ ചെയ്യാനുള്ള സാധനം സീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബോർഡിൽ പോയിട്ട് അതായത് മുദ്ര കുത്തുക. അത് നമുക്ക് ടീമായിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ എത്ര സീൽ ചെയ്യുമ്പോൾ എത്ര സീല് പതിച്ചിട്ട് നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതലുള്ളതാരെ അയാൾ പുറത്താവുക, അങ്ങനെയുള്ളതാണ് പരിപാടി. ആ ഗെയിമും രസകരമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അവർ ആദ്യം സിജോ പറഞ്ഞു ഞാൻ നോറേനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നോറേൻ്റെ ഇതിൽ പോയിട്ട് കുറേ സീൽ ചെയ്തു. നോറേൻ്റെ ബോർഡിൽ ഫുള്ള് സീലായത് കാരണം കൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നോറ പുറത്തായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജാസ്മിൻ അല്ലെങ്കിൽ ആകെ പണിയായിട്ട് നിൽക്കുകയാണ്. ഗെയിമെല്ലാം തോറ്റു തുന്നമ്പാടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കുറച്ച് ദിവസമായി ജാസ്മിന് തുടങ്ങിയിട്ട്. അപ്പം സിജോ ഒക്കെ കൂടെ അടുത്തത് ജാസ്മിനെ നോക്കി ജാസ്മിൻ്റെ ബോർഡിൽ ഫുള്ള് സീൽ ചെയ്തു. അത് ജാസ്മിന് പറ്റിയില്ല. തോറ്റാ പിന്നെ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ഉണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ ഒരു ശബ്ദം വരാനൊക്കെ. ജാസ്മിൻ കടന്ന് തുള്ളി കളിക്കുന്നുണ്ടോ, അങ്ങനെയല്ല ഇങ്ങനെ മറ്റേതെണ്ണണം മറച്ചതെണ്ണണം, ഞാൻ ബിഗ് ബോസിൻ്റെ സ്വന്തം മോളാണെന്നോ, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും, ബിഗ് ബോസ് തീരുമാനിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കും എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് പറയണത്. സിജോ സൂപ്പറായിട്ട് സംസാരിച്ചു. ആ സമയത്ത് ഞാനാണ് ക്യാപ്റ്റൻ, പോയി അവിടെ പോയിരിക്കും, ഞാൻ പറയാ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആശാദിക്ക് പൊള്ളിയുണ്ട്, അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ പേരിലൊരു ചെറിയ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന്. എനിക്ക് ജാസ്മിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, തോറ്റ പിന്നെ പോണം. തോറ്റു എന്ന് പറഞ്ഞിട്ട് അല്ലാതെ പിന്നെ അവിടെ നിന്ന് ചവിട്ട് നാടകം ആടാൻ പാടില്ല. തോറ്റു ഉറപ്പായി പിന്നെ തോറ്റാ പിന്നെ നിർത്തിപ്പോണം. അല്ലാതെ അവിടെ കിടന്ന് തുള്ളിയിട്ടൊന്നും കാര്യമില്ല.
അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാക്കി അവസാനം ബിഗ് ബോസ് ചോദിച്ചു ഇത് രണ്ടാൾ പുറത്തു പോകും, ആരൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് കൂടുതൽ സീല് അതിലടിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ജാസ്മിനും സിജോയാണ് പുറത്ത് പോയത്. അപ്പം എന്താ പറയുക, പിന്നെ അവിടെ പുറത്ത് പോയിരുന്നിട്ടും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിന്. എന്താ പറയുക, ജാസ്മിനെ നമ്മൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ കാണണ്ടല്ലോ, ഇങ്ങനെ എന്താണെങ്കിലും എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് കലവില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ സിജോ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ അങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും ജാസ്മിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ച്. ഇത്തരം ജാസ്മിൻ്റെ പരിപാടികളൊന്നും എങ്ങനെയായാലും അതിനിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായി തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നുന്നത് ജാസ്മിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനത് പറയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ജാസ്മിൻ പുറത്തായി. അടുത്ത ജിൻഡോ പുറത്തായി. ജിൻഡോ അഭിഷേകും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടന്നു, ഒരു ഉന്തും തള്ളൊക്കെ നടന്ന് അതൊരു വലിയ ഫൈറ്റ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെയും ജിൻഡോനെ ജിൻഡോനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതുപോലെ അഭിഷേകിനെയും ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ഇത്രയും ദിവസം കണ്ടതിന് വ്യത്യസ്തമായിട്ട് ബിഗ് ബോസ് അപ്പം ഇതിന് മുന്നേ അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബിഗ് ബോസ് കുറച്ച് നല്ല ശബ്ദത്തിൽ നിർത്തി മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സെറ്റായി. എന്താണെങ്കിലും അവർ പോയി കെട്ടിപ്പിടിച്ച് സാരില്ല, ഓക്കെ പോട്ടെ, സെറ്റാണ്, രണ്ടാൾക്കൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അവസാനം അവരത് സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തു. അത് അവർ തമ്മിൽ ഓക്കെ ആയി. അത്ര തന്നെ ബിഗ് ബോസും ആ ഒരു ടൈം കൊടുത്തതിൻ്റെ ഉദ്ദേശം അതായിരിക്കണം, അവർ തമ്മിലുള്ള അവർ പറഞ്ഞ് സോൾവ് ചെയ്യണം. അത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു മുൻകാല സീസണിലൊക്കെ ചിലപ്പോൾ ഇത് മതി, ജിൻഡോ അല്ലെങ്കിൽ അഭിഷേക് ഏതെങ്കിലും ഒരാൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെന്തായാലും അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. അവർ തമ്മിലാണെങ്കിലും വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് അത് അപ്പോൾ തന്നെ അവരെ പിടിച്ച് മാറ്റി. അർജുനാണെന്നുണ്ടെങ്കിലും സിജോ ആണെങ്കിലും സിജോയ്ക്ക് മുന്നേ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ സിജോ ആദ്യം ഓടി വന്ന് പിടിച്ച് മാറ്റി. അർജുനൊക്കെ കൂടി അത് സെറ്റ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്തു. അങ്ങനെ ആ ഗെയിം ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. അതിൽ ജിൻഡോ പുറത്തായി. പിന്നെ നെക്സ്റ്റ് എനിക്ക് തോന്നിയത് അവർ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് ടീമായിട്ടും ചെയ്യാമെന്നുള്ളത്. അപ്പം ആ വീട്ടിലുള്ള ആളുകൾക്ക് അപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് ഏകദേശം അപ്പോൾ തന്നെയാണ് ഒരു പിടുത്തം കിട്ടിയത്. സായിയും അർജുനും അഭിഷേകും കൂടെ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിയ പോലെ തോന്നി. സായി ആദ്യം ചെന്നിട്ട് ഞാൻ എത്ര സീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവരത് ഫസ്റ്റ് നിങ്ങൾക്ക് വേണോ സെക്കൻഡ്, ഞാനത് എടുക്കണോ, അങ്ങനെയൊക്കെ ഒരു രീതിയായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര സീൽ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ സായി പറഞ്ഞിട്ട് നീ എത്ര സീൽ വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ സായിൻ്റെലാണ് അധികം സീൽ വന്നത്. അപ്പം സായി പുറത്തായി. അപ്പോൾ സായിക്ക് 3-ാം സ്ഥാനമായിട്ടാണ് വന്നത്. അതിൽ സായി 1 പോയിന്റ് മേടിച്ചു. അഭിഷേകിനും നെക്സ്റ്റ് അഭിഷേകിനാണ് കൂടുതൽ അതിൽ സീൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിഷേകിന് സെക്കൻഡ് 2 പോയിന്റിൽ അഭിഷേകും. അർജുൻ്റെ ബോർഡിൽ ഒറ്റ സീലും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ അർജുൻ ഫസ്റ്റ് നേടിയിരിക്കുന്നു, 3 പോയിന്റും വാങ്ങിച്ചു. സായിയുടെ ആണെങ്കിലും അഭിഷേകിൻ്റെ ആണെങ്കിലും അർജുൻ്റെ ആണെങ്കിലും ഒക്കെ പോയിന്റ് നില മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ കറക്റ്റ് പോയിന്റ് നിലകളൊക്കെ എത്ര എന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. എന്ത് തന്നെ ആയാലും അഭിഷേകിനെയാണ് ഫസ്റ്റ് പോയിന്റ് വന്ന് നിൽക്കുന്നത്. അഭിഷേക് കുറച്ച് അവരെക്കാളൊക്കെ കുറച്ച് നല്ല മുകളിലാണ് കിടക്കണം. അഭിഷേക് ആദ്യത്തെ ഗെയിമുകളിലൊക്കെ നല്ലോണം കളിച്ച കാരണം കൊണ്ട് തന്നെ അഭിഷേകിന് ഇനിയിപ്പോൾ ഇതൊക്കെ 2 തോറ്റു പോയാലും പോയിന്റ് കുറച്ച് കുറഞ്ഞു പോയാലും വലിയൊരു കുഴപ്പങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അത്രയൊക്കെയാണ് ഇന്ന് നടന്നത്. ഇനിയിപ്പോൾ നാളെയൊക്കെ വരുന്ന പ്രൊമോ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. അപ്പോൾ നമുക്കറിയാം നാളത്തെ ഗെയിം എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസങ്ങളിൽ ടാസ്ക് 9, 10 വരാൻ കിടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടാസ്കുകൾ, ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ വരുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ വരാൻ കിടക്കണമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവണേയും ഭയങ്കര അടിപൊളിയായിട്ട് നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ, ബാക്കി നടക്കാം. ബൈ.